നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വി.ഡി. സതീശനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും എടുക്കുന്ന കടുത്ത നടപടികൾക്ക് പിന്നിൽ അല്ലെങ്കിൽ നീക്കങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ഒരു സമുന്നതനായ നേതാവിൻ്റെ കൈകളുണ്ടോ? ഉണ്ടെന്നാണ് ചിലരെങ്കിലും സംശയിക്കുന്നത്. ചിലർ മാത്രമല്ല, CPM നേതാക്കൾ പോലും അങ്ങനെ പറയുന്നു. ഇപ്പോൾ വി.ഡി. സതീശനെതിരെ നീക്കങ്ങൾ കൂടുതലും നടത്തുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നാണെന്നും ആ നീക്കത്തിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പ്രമുഖനായ കോൺഗ്രസ് നേതാവ് തന്നെയാണെന്നും അവർ പറയുന്നു. വി.ഡി. സതീശനെതിരെ രണ്ട് സമുദായ നേതാക്കൾ പെട്ടെന്ന് തന്നെ വാളെടുത്ത് ഇറങ്ങാനുള്ള കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ സതീശൻ ഇല്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണോ? എങ്കിൽ അങ്ങനെയൊരു സൂചന ആരാണ് അവർക്ക് നൽകിയത്? കേരളത്തിലേതായാലും ഹൈക്കമാൻഡിൻ്റെ ആളെന്ന് പറഞ്ഞ് ഇത്തരം സൂചനകൾ നൽകാൻ കഴിവുള്ള ഏകയാൾ KC വേണുഗോപാലാണ്. അദ്ദേഹമായിരിക്കുമോ അത്തരത്തിലുള്ള സൂചന അവർക്ക് നൽകിയത്? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വി.ഡി. സതീശനോട് വലിയ താല്പര്യമില്ലെന്നും കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് അദ്ദേഹമാണെങ്കിലും ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ മറ്റ് ഒരു പേരാണ് ഉള്ളതെന്നും മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ രണ്ട് സമുദായ നേതാക്കളും വി.ഡി. സതീശനെതിരെയും കോൺഗ്രസിനെതിരെയും തിരിഞ്ഞതെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി പറയുന്നത്. കാരണം ഇങ്ങനെയൊരു അറിവ് ഈ രണ്ട് സമുദായ നേതാക്കൾക്കും കിട്ടണമെങ്കിൽ അത് AICCയിലെ ഉന്നതനായ ആ മലയാളി നേതാവിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നും ഇവർ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വി.ഡി. സതീശനെതിരെ നടക്കുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ അത്തരത്തിലൊരു ചുക്കാൻ പിടിക്കലുണ്ടോ? കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ഏറ്റവും പ്രബലനായ മലയാളി നേതാവിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആസൂത്രണത്തിൽ വിരിയുന്ന ചില നീക്കങ്ങളാണോ വി.ഡി. സതീശനെതിരെ ഇപ്പോൾ നടക്കുന്നത്? സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമെല്ലാം ആ നേതാവിൻ്റെ ചിട്ടയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആ നേതാവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയാണോ ചെയ്യുന്നത്? ഇക്കാര്യവും കോൺഗ്രസിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒരു കാലത്തും ഇതിനു മുമ്പ് കോൺഗ്രസിന് നിയമസഭാ കക്ഷി നേതാവിനെതിരെ NSSൻ്റെയും SNDPയുടെയും നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. അത് AK ആൻ്റണിയുടെ കാലത്തും അതിനു മുമ്പ് കരുണാകരൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒന്നും SNDP NSS നേതൃത്വങ്ങൾ ഒരുമിച്ച് കോൺഗ്രസ് നേതാവിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ഇപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാൻ കാരണം എന്താണ്? അത് ഹൈക്കമാൻഡിൽ നിന്നും അവർക്ക് ലഭിച്ച ചില സൂചനകൾ കൊണ്ടാണെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത്. ഹൈക്കമാൻഡിൽ നിന്നും ഈ രണ്ട് സമുദായ നേതാക്കൾക്കും ചില സൂചനകൾ, ചില മുന്നറിയിപ്പുകൾ ലഭിച്ചു. കാരണം ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള നേതാക്കളെ ഒന്നുമല്ല തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ വലിയ പോപ്പുലർ നേതാക്കളായി വലിയ നിലപാടുകളുടെ രാജകുമാരന്മാരെ കളിക്കുന്നവരൊന്നും ഹൈക്കമാൻഡിൻ്റെ ലിസ്റ്റിലില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും നിൽക്കണം എന്നുള്ള സന്ദേശം ഈ സമുദായ നേതാക്കൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചു. കാരണം ഈ സമുദായ നേതാക്കൾക്കറിയാം, ഏതായാലും അടുത്ത തവണ LDFന് ഭരണം ലഭിക്കില്ല, ഭരണം UDFൻ്റെ കയ്യിലായിരിക്കുമെന്ന് ഏറെക്കുറെ തീർച്ചയാണെന്ന് ഇവർക്കറിയാം. കാരണം കേരളത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിയാത്ത സാമുദായിക നേതാക്കന്മാരൊന്നുമല്ല വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും അവർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം ലഭിച്ചു. മറ്റൊന്നുമല്ല, ഇപ്പോൾ കാണുന്ന നേതാക്കന്മാരൊന്നും ആയിരിക്കുമില്ല UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വെമ്പി ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തേക്കൂ, അവരെയൊന്നും പരിഗണിക്കേണ്ട കാര്യം പോലുമില്ല, ഗൗനിക്കേണ്ട കാര്യം പോലുമില്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അല്ലെങ്കിൽ സൂചന. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വി.ഡി. സതീശനെതിരെ ഈ രണ്ട് സമുദായ നേതാക്കളും തിരിഞ്ഞത്. എന്ന് വെച്ചാൽ KC വേണുഗോപാലിൻ്റെ വഴി എളുപ്പമാക്കാനുള്ള ഒരു നീക്കമായിരുന്നോ ഈ രണ്ട് സമുദായ നേതാക്കളും നടത്തിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്നത്. ആ ചോദ്യം വളരെ ശരിയാണ് താനും. KC വേണുഗോപാലിന് വഴിയൊരുക്കാൻ വേണ്ടിയാണോ വി.ഡി. സതീശനെതിരെ ഇവർ തിരിഞ്ഞത് എന്ന ചോദ്യം പല കോൺഗ്രസ് നേതാക്കളും പരസ്പരം ചോദിക്കുന്നുണ്ട്. ഏതായാലും വി.ഡിക്കെതിരായ ഈ നീക്കത്തിന് പിന്നിൽ KC ആണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തു നിന്നും ലഭിക്കുന്നത്.